നാവികസേനയുടെ കരുത്തു കൂട്ടാൻ കടലിലെ പുതിയ കാവൽക്കാരൻ വരുന്നു. ശത്രുക്കളെ തകർക്കാൻ ശേഷിയുള്ള INS അരിസുധൻ എന്ന അത്യാധുനിക ആണവ മുങ്ങിക്കപ്പലാണ് ഇന്ത്യ സജ്ജമാക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആണ് ഈ കപ്പൽ ആദ്യമായി നീറ്റിലിറക്കിയത്. അരിസുധൻ എന്നാൽ സംസ്കൃതത്തിൽ ശത്രുക്കളെ സംഹരിക്കുന്നവൻ എന്നാണ് അർത്ഥം. പേരുപോലെ തന്നെ അത്യാധുനിക മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ളതാണ് ഈ അന്തർവാഹിനി. നാവികസേനയുടെ ശുപാർശ പ്രകാരം രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ച ശേഷമാകും ഈ പേര് ഔദ്യോഗികമായി നൽകുക. 2027 ഇത് സേനയുടെ ഭാഗമാകും. ഇന്ത്യൻ നാവികസേനയിലെ ഓരോ തരം കപ്പലുകൾക്കും പ്രത്യേക രീതിയിലാണ് പേര് നൽകുന്നത്. ആണവ അന്തർവാഹിനികൾക്ക് ശത്രു സംഹാരി എന്നർത്ഥം വരുന്ന പേരുകളും, വലിയ യുദ്ധക്കപ്പലുകൾക്ക് നഗരങ്ങളുടെ പേരുകളും, മറ്റു യുദ്ധക്കപ്പലുകൾക്ക് നദികളുടെയും പർവ്വതങ്ങളുടെയും പേരുകളാണ് നൽകുന്നത്. ഇന്ത്യയുടെ എല്ലാ ആണവ മുങ്ങിക്കപ്പലുകൾക്കും ഇത്തരത്തിലുള്ള വീര്യമുള്ള പേരുകളാണ് നൽകാറുള്ളത്. അരിഹന്ത്, അരിഖാദ്, അരിധാമൻ എന്നിങ്ങനെയാണ് ഇതിനു മുമ്പുള്ള അന്തർവാഹിനികൾ. ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന 4ാമത്തെ വലിയ മുങ്ങിക്കപ്പലാണ് അരിസുധൻ. ആദ്യ അന്തർവാഹിനിയായ INS അരിഹന്തിനേക്കാൾ 1000 ടൺ അധികം ഭാരമുള്ളതാണ് ഇത്. ഇന്ത്യൻ സമുദ്രത്തിലും പസഫിക് മേഖലയിലും ഇന്ത്യയുടെ സുരക്ഷ ഉറപ്പാക്കും. ഇന്ത്യയുടെ ആണവ നയമനുസരിച്ച് നമ്മൾ ആദ്യം ആണവായുധം പ്രയോഗിക്കില്ല. എന്നാൽ ശത്രുക്കൾ ആക്രമിച്ചാൽ അതിശക്തമായി തിരിച്ചെടുക്കാൻ കടലിനടിയിൽ മറഞ്ഞിരിക്കുന്ന ഈ അന്തർവാഹിനികൾക്ക് സാധിക്കും. കരയിൽ നിന്ന് വിക്ഷേപിക്കുന്നതിനേക്കാൾ അപകടകാരിയാണ് കടലിനടിയിൽ നിന്നുള്ള ആക്രമണം. കാരണം ഇത് എവിടെ നിന്നാണ് വരുന്നതെന്ന് ശത്രുക്കൾക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയില്ല. സാധാരണ മുങ്ങിക്കപ്പലുകൾക്ക് ഇടയ്ക്കിടെ മുകളിൽ വന്ന് ബാറ്ററി ചാർജ് ചെയ്യണം. എന്നാൽ ഈ ആണവ അന്തർവാഹിനിക്ക് മാസങ്ങളോളം വെള്ളത്തിനടിയിൽ തന്നെ കഴിയാൻ സാധിക്കും. ശത്രുക്കളുടെ റഡാറുകൾക്ക് പോലും ഇവയെ കണ്ടെത്താൻ കഴിയില്ല. സ്വന്തമായി നിർമ്മിക്കുന്നതിന് പുറമെ റഷ്യയിൽ നിന്നും അന്തർവാഹിനികൾ വാടകയ്ക്കെടുക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുമുണ്ട്. അത്യാധുനിക മിസൈലുകളും അത്ഭുതകരമായ ഒളിപ്പോര് വിദ്യകളുമായി INS അരിസുധൻ എത്തുന്നതോടെ ഇന്ത്യയുടെ പ്രതിരോധ കവചം കൂടുതൽ ശക്തമാകും. ശത്രുക്കളുടെ ഏത് നീക്കത്തിനും കടലിനടിയിൽ നിന്ന് അതിശക്തമായ മറുപടി നൽകാൻ ഇനി ഇന്ത്യക്ക് സാധിക്കും. ഇന്ത്യയുടെ സമുദ്ര സുരക്ഷയിൽ ഇതൊരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ്.